നീ സറണ്ടർ ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ, കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ബലഹീന വശങ്ങൾ ദൈവം കണക്കെടുത്തില്ല. അവൻ തന്റെ പ്രവൃത്തി നിന്നിലൂടെ ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഒരു ആമേൻ. ദൈവം സ്ഥിതിയെ മാറ്റുന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ പരാജയപ്പെടുമ്പോൾ, നമ്മുടെ തുരുത്തിയിലെ വെള്ളം തീരുമ്പോൾ, മനുഷ്യന്റെ തുരുത്തിയിലെ വെള്ളം തീരുമ്പോൾ, സ്വർഗം തന്റെ വാക്കു മാറത്തില്ല. ആമേൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അബ്രഹാം കുറുക്കുവഴിയിലൂടെ ഒരു സന്തതിയെ ഉണ്ടാക്കി. പക്ഷെ ദൈവം തന്റെ വാക്കു മാറ്റിയോ? ഉണ്ടോ? ഇല്ല. ദൈവം തന്നെ വാക്കു മാറ്റിയോ? അബ്രഹാം തെറ്റ് ചെയ്തിട്ടും പാപം ചെയ്തിട്ടും ദൈവം തന്റെ വാക്കു മാറ്റിയോ? ഇല്ല. ആമേൻ. ദൈവത്തിന് വലുത് തന്റെ രാജ്യമാണ്. ആമേൻ. അതിന് കുഞ്ഞ് ബലഹീനത വരും, തെറ്റുകൾ വരും, കുറവുകൾ വരും. പക്ഷെ അതിൻ്റെ അകത്ത് തുടർന്നവനല്ല. അബ്രഹാമിന് തെറ്റുപറ്റി, അബ്രഹാം ആദ്യം തിരിച്ചു വന്നു. സ്തോത്രം. പക്ഷെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് അതിൻ്റെ വാക്ക് നിവർത്തിക്കും. ആമേൻ. നീ സറണ്ടർ ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ, കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ബലഹീന വശങ്ങൾ ദൈവം കണക്കെടുത്തില്ല. അവൻ തന്റെ പ്രവൃത്തി നിന്നിലൂടെ ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഒരു ആമേൻ. കർത്താവിന് വലിയ വാഗ്ദത്തമുണ്ട് ഈ സഭയെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. ഒന്ന് രണ്ട് ഞാൻ അവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം വന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ആ സമയത്ത് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നിങ്ങളോട് വിളിച്ച് പറയാം. അത് ഇങ്ങനെ ഇരുന്ന് പിടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരുന്ന് പിടിക്കാൻ പറ്റത്തില്ല. നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, സഭയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിങ്ങനെ ഇരുന്ന് പിടിക്കാൻ പറ്റത്തില്ല. അത് പിടിക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയുടെ പേരുണ്ട്, ഗിദെയോൻ. എന്താ? ഈ മനുഷ്യനെ ദൈവത്തിന്റെ ദൂതം വന്നിട്ട് ഒരു പേര് വിളിച്ച്, ഗിദെയോനെ എന്നല്ല വിളിച്ചത്, പരാക്രമശാലിയായ. ആമേൻ. ഓ ഹല്ലേലൂയ. അന്ന് വരെ പരാക്രമശാലി എന്ന് പറഞ്ഞാൽ അവനെ തന്നെ കളിയാക്കും. ലോക മനുഷ്യൻ, അതായത് ഇസ്രായേലിലെ മറ്റുള്ള കേട്ട അവനെ കളിയാക്കും. നീയോ പേടി തൊണ്ടൻ. അവനും അറിയാം അവനെ കുറിച്ച്. നാട്ടിലുള്ളവർക്ക് ഇവൻ ആരാണ്? മിദ്യാന്യ ജാതികൾ എന്ന് കേട്ടാൽ ഗിദെയോൻ ഓടി എവിടെ ഒളിക്കും? വീടിന്റെ കട്ടിലിനടി കയറി ഒളിക്കും. ആമേൻ. പക്ഷേ ലോകം കണ്ടതല്ല ദൈവം കണ്ടത്. അവനവൻ കണ്ടതല്ല ദൈവം കണ്ടത്. ദൈവം അവന്റെ അകത്തൊരു പരാക്രമശാലി കണ്ടെന്ന് പറഞ്ഞാൽ ദൈവം അവനെ അങ്ങനെ ആക്കി. ഹല്ലേലൂയ. ആമേൻ. ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തോ. വിശ്വസിച്ച് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ദൈവം ചിലരുടെ ഉള്ളിൽ പകർന്നത് ഇന്ന് 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 ഇവിടെ വെച്ച് പുറത്തെടുക്കാൻ പോകുക. നിന്റെ അകത്ത് ദൈവം കണ്ടത് ഈ കണ്ട നാള് മുഴുവൻ ഏകദേശം 3 വർഷത്തോളമായി ദൈവത്തിന്റെ ആത്മാവ് പല പ്രാവശ്യം പലരിലൂടെ പറഞ്ഞത്, സഭയെക്കുറിച്ച് പറഞ്ഞത്, അതിലേക്ക് കർത്താവ് അല്ലെങ്കിൽ ദൈവം വേണ്ട, പരിശുദ്ധാത്മാവ്, സഭയുടെ അധ്യക്ഷൻ, സഭയുടെ ഉടമസ്ഥൻ, സഭയെ നയിക്കുന്ന ലീഡർ, സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷകൻ, ആമേൻ, സഭയുടെ മേൽ കൺട്രോൾ ചെയ്യുന്ന, സഭയെ വളർത്തുന്ന, സഭയെ നിയന്ത്രിക്കുന്ന, സഭയെ നയിക്കുന്ന, സഭയെ സൂക്ഷിക്കുന്ന, യേശുവിനെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽ ഒഴുകാൻ പോകുക. ആമേൻ. ഇന്ന് മുതൽ അങ്ങനെ തന്റെ പ്രവൃത്തി ചെയ്യാൻ പോകുക. ഇന്ന് മുതൽ ചിലരെ ലിറ്ററലി let me tell you, let me repeat, literally Holy Spirit is going to take over you. Amen, 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 amen. മനസ്സിലാകുന്നവർ ആമേൻ. ആത്മാവിൽ ഇത് തട്ടുന്നവരെല്ലാം ആ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിച്ച് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇവിടെ ഇപ്പൊ നിൽക്കുന്ന തറയില, നിങ്ങളൊക്കെ ഇരിക്കുന്ന തറയില. ഈ തറയിൽ നിൽക്കുമ്പോൾ, ഡ്രൈ ലാൻഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചലിക്കാം. ശരിയാണോ? സിമ്പിൾ ഉദാഹരണം എല്ലാവർക്കും അറിയാം. അപ്പൊ ചോദിക്കും ഇതാണോ വലിയ? പക്ഷെ ഇന്ന് ഓർക്കണം, അതിന്റെ മർമ്മം അറിയണം. ഇവിടെ നിൽക്കുമ്പോൾ
വല്ല പ്രശ്നം, കാലിന് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. കൈക്ക് വല്ല പ്രശ്നമുണ്ടോ? എങ്ങനെ വേണമെങ്കിലും നടക്കാം, എങ്ങനെ വേണമെങ്കിലും ചലിക്കാം, അല്ലേ? എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം. പക്ഷെ ഇതേ നിൽപ്പ് ഇത്രയും വെള്ളത്തിലാണെങ്കിലോ? മനസ്സിലായില്ല. അതാ പറഞ്ഞ ആത്മാവിനെ കണക്ട് ചെയ്യണം. ഇതേ നിൽപ്പ് ഈ മുട്ടിന് മേലെ വെള്ളത്തിലാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനെ പോലെ നടക്കാൻ പറ്റുമോ? കൈകിട്ട് എത്ര അടിച്ചാലും നടക്കാൻ പറ്റുമോ? ഇതേ അവസ്ഥ സഭയിലേക്ക് വരാൻ പോകുക. ആമേൻ. ഈ ഒരു നിലവാരം സഭയിൽ വരാൻ പോകുക. ഈ ഒരളവ് ദൈവസഭയിലേക്ക് വരാൻ പോകുക. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിച്ചോണം, കൊതിച്ചോണം. പരിശുദ്ധാത്മാവിനെ ചിലർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൂത് പറയാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രവചിക്കുന്നത് അങ്ങനെ അതല്ല. ഇന്ന് സഭയിലുള്ളത്, സഭയെ കൊണ്ടു നടക്കുന്നത്, സഭയെ വളർത്തുന്നത്, സഭയെ വെളിപ്പെടുത്തുന്നത്, ദൈവരാജ്യത്തിലുള്ള എല്ലാം പകർന്നു തരുന്നത്, വെളിപ്പെടുത്തുന്നത്, കെട്ടുകൾ അഴിക്കുന്നത്, ബന്ധനങ്ങൾ പൊട്ടിക്കുന്നത്, ഭൂതങ്ങളെ പുറത്താകുന്നത്, രോഗികളെ സൗഖ്യമാകുന്നത്, വചനം വെളിപ്പെടുത്തുന്നത്, ആഴങ്ങൾ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നത്, ആത്മവിവശത്തിൽ കൊണ്ടുപോകും. ചിലത് വിചാരണം, ചില പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഈ അഭിഷേകം വരുമ്പോൾ താഴെ വീഴുന്നതും പ്രവചിക്കുന്നത് മാത്രമാണ് പരിശുദ്ധാത്മ. പിന്നെ ഈ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തരിപ്പും ഒരു പെരിപ്പും ഇതാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ധാരണ. ആക്ച്വലി അതല്ല. ദൈവം എന്ന് പറയുന്ന ഇന്ന് ഭൂമിയിലുള്ള പരിശുദ്ധാത്മാവാണ്. ആമേൻ, 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 ആമേൻ പറ. മുട്ടയോളം വെള്ളത്തിൽ നിന്നാൽ ഇപ്പോൾ ഇഷ്ടം അനുസരിച്ച് ചലിക്കാൻ പറ്റുമോ? എത്ര വേഗത്തിൽ കുതറിയാലും തുഴയാൻ പറ്റുമോ? എത്ര വേഗത്തിൽ ഓടാൻ പറ്റുമോ? നടക്കാൻ നോക്കിയാൽ നടക്കാൻ പറ്റുമോ? ആമേൻ. അങ്ങനെ ഞാൻ എല്ലാവരും പറയുന്നില്ല, കാരണം എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റത്തില്ല, എല്ലാവർക്കും പിടിക്കാനും പറ്റത്തില്ല. ആമേൻ. പക്ഷേ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ദൈവത്തിന് തൻ്റെ വാഗ്ദത്തം വരുന്നതാണ്. ആമേൻ. ദൈവം തൻ്റെ വാക്ക് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ആഗ്രഹമുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ, ആമേൻ, കർത്താവ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ആ ഒരു നിലവാരത്തിലേക്ക് ഇന്ന് ഏറ്റെടുക്കും, ഇന്ന് കൊണ്ടുപോകും. ആമേൻ. നിങ്ങൾ സന്തോഷിക്കാൻ ഒരു കാര്യം, ആ ദൂതോട് ഞാനങ്ങ് പറയാം. കർത്താവിനോട് പറഞ്ഞത്, മരുഭൂമിയിൽ വെച്ച് ജനം പുറപ്പെട്ടു വന്നു. അടിമത്തത്തിൽ നിന്ന് അവർ പുറത്തു വന്നു. അടിമത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ദൈവം സീനായ് മലയിലേക്ക് മോശയെ വിളിച്ചിട്ട്, എനിക്ക് ഇറങ്ങി വരാൻ നീ ഒരു കൂടാരം പണിയണം. എന്ത് പണിയണം? ഒരു സമാഗമന കൂടാരം പണിയണം. മരുഭൂമിയിലെ സഭ അത് പണിയണം. അതിന് മാതൃകയെല്ലാം കൊടുത്തു. അത് ഇത്ര മുഴം നീളം, ഇത്ര മുഴം വീതി, ഇത്ര മുഴം ഉയരം, അതിനകത്ത് ഇന്ന വസ്തുക്കൾ, ഇന്ന കളറുള്ളത്, ഇന്ന സ്വർണം ഇത്ര, വെള്ളി ഇത്ര, മറ്റു കാര്യങ്ങൾ, ഖദിരമരം, ഇങ്ങനെ എല്ലാ അളവും കൊടുത്തു. അതിന് പണിയേണ്ട അളവ് കൊടുത്തു. അതിന് വേണ്ടുള്ളവരെല്ലാം പേര് ചൊല്ലി വിളിച്ചു നിയോഗിച്ച് മോശയോട് പറഞ്ഞു. മോശ ആ പണി ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. ഈ ഒരു ഉദാഹരണം കർത്താവിനോട് പറഞ്ഞത്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രത്നങ്ങൾ, ആഭരണങ്ങൾ, സ്വർണം, വെള്ളി, എന്തൊക്കെ നിങ്ങൾക്കുണ്ടോ അതെല്ലാത്തിൽ നിന്നും യഹോവയ്ക്ക് വേണ്ടി, സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചയായി, അയ്യോ ആരും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ലെന്നോ, എന്നെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം ഒന്ന് എടുത്തൊന്ന് വല്ലപ്പോഴൊന്നല്ല, ഒരു പ്രാവശ്യങ്ങളൊന്ന് വായിക്കേ. ആമേൻ. സഭയുടെ പണിക്ക് വേണ്ടി, സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും യഹോവയ്ക്ക് കാഴ്ചയായി കൊണ്ടുവരണം രത്നങ്ങൾ, സ്വർണങ്ങൾ, ആമേൻ, അതുപോലുള്ള ഓരോരോ ആവശ്യമുള്ള മരങ്ങൾ എല്ലാം നിങ്ങൾ, നൂലുകൾ, ചുവപ്പ് നൂല്, ധൂമ്രനൂല്, പിരിച്ച പഞ്ഞിനൂല്, ചണനൂല്, ഇങ്ങനെ നൂലുകൾ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ജനം ഇത് കേട്ടപ്പോൾ തന്നെ അവരെല്ലാവരും എന്ത് ചെയ്തു? സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തു. അടുത്ത ദൂതം നിങ്ങൾ തുള്ളും, ഉറപ്പാടും തുള്ളും. ഇത് പറഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ദൂത് പറയാൻ. എല്ലാവരും കൊണ്ടുവന്നു. മോശെ എല്ലാത്തിൻ്റെ അളവും തൂക്കമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടതിലധികം ഈ ദൂത് പിടിക്കാൻ ഇങ്ങനെ പിടിച്ചാൽ പറ്റത്തില്ല. ഈ ദൂത് പിടിക്കാനായിട്ട് അതിനുള്ള കപ്പാസിറ്റി ഉള്ളവർ പിടിച്ചാൽ ഇത് നടക്കാൻ പോകുന്നു. ഈ ഹല്ലേലൂയ. ആലയത്തിന്റെ, അതായത് കർത്താവിനോട് പറഞ്ഞത്, നിങ്ങളിലൂടെ തന്നെ ഇതിന്റെ ആവശ്യങ്ങൾ മുഴുവനും നടക്കുകയും ആമേൻ മിച്ചം വരികയും ചെയ്യും.
മിച്ചം വരികയും ചെയ്യുന്ന അളവിലേക്ക് ജനത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക. എത്ര പേർക്ക് ഈ പ്രവചന ദൂത് ആവശ്യമുണ്ട്? 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 ആമേൻ. ആരെവൻ എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. ആമേൻ. ചിലരെ, ഞാൻ പറയുന്നു, ചിലരെ അവൻ ശക്തമായി കരങ്ങളിൽ എടുക്കാൻ പോകുക. ചിലരെ കരങ്ങളിൽ എടുക്കാൻ പോകുക. ചിലരെ ദൈവം കരങ്ങളിൽ എടുക്കാൻ പോകുക. ഒരുപക്ഷേ നീ ഇന്ന് 3 നേരം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളായിരിക്കാം. പക്ഷേ ദൈവം പറയുന്നു, ആമേൻ, മിച്ചം വരുവാൻ നിന്നിലൂടെ തന്നെ ദൈവം ചില പണികൾ ചെയ്യും. ചോദിച്ചതിനേക്കാൾ അധികം, ആവശ്യപ്പെട്ടതിനേക്കാൾ അധികം. ഒടുവിൽ മോശയ്ക്ക് പറയേണ്ടി വന്നു, മതി, ഇനി ആരും കൊണ്ടുവരണ്ട. ഇങ്ങനെ ഒരു പ്രവചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ സഭയിലേക്ക് റിലീസ് ചെയ്യുക. ഞങ്ങളെ കാണുന്നവരിലേക്ക് ഞാൻ ഈ ദൂത് റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവരുടെ മേൽ ഈ പ്രവചനത്തെ റിലീസ് ചെയ്യുന്നു. ഇതിന്റെ ജീവിതത്തിൽ വലിയ തിരിവുണ്ടാകാൻ പോകുക. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന്, എനിക്കറിയില്ല അതെങ്ങനെ സംഭവിക്കും, എപ്പോൾ ഇത് അവസാനിക്കുമെന്ന്. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ, അതിന് പരിശുദ്ധാത്മാവ് ആരാന്നറിയണം. പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം എന്താണെന്നറിയണം. പരിശുദ്ധാത്മാവ് ഇന്നിവിടെ ഒഴുകും. ആമേൻ. ലിറ്ററലി ഒഴുകും. ഹോളി സ്പിരിറ്റ് ലിറ്ററലി ഒഴുകും. ആമേൻ. അതിൽ നീന്താൻ എനിക്കറിയത്തില്ല. ഞാൻ ഇത് മാനസികമായി കഴിവുകൊണ്ടോ ഒന്നും പറ്റുന്നതല്ല. അതിനന്ന് കോരി കുടിക്കുന്നവരിൽ നിന്ന് ഒഴുകും, പുറത്തേക്ക് ഒഴുകും. ഈ വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഇന്ന് ഇവിടെ കിടന്ന് നീന്താൻ പാടുപെടും. ആമേൻ. ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നവർ പരീശന്മാരെ പോലെ, ആമേൻ, പുരോഹിതന്മാരെ പോലെ, പേനയും പേപ്പറും കൊണ്ടിരിക്കുന്നവരെ പോലെ ഇരിക്കത്തില്ല. ആമേൻ. ആഗ്രഹമുള്ളവനെ കണ്ടാൽ അറിയാം. ആഗ്രഹമുള്ളവനെ കണ്ടാൽ അറിയാം. ദാഹമുള്ളവരെ കണ്ടാൽ അറിയാം. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ആര് നിങ്ങളുടെ കപ്പാസിറ്റി വെക്കുമ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ നടക്കുന്നു. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നീ അങ്ങ് നോക്കണ്ട. ചിലരുടെ ഉള്ളിലെങ്കിലും അല്പമെങ്കിലും യേശുവിന് നല്ല സ്നേഹമുള്ളവർ കൈ ഉയർത്തി. യേശുവിന്, ആമേൻ, ഇത്തിരി സ്നേഹമുള്ളവർ കൈ ഉയർത്തി. കുറച്ച് സ്നേഹമുള്ളവർ, കുറച്ച് ആരും ഉയർത്തുന്നില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് സ്നേഹമുള്ളവർ കൈ ഉയർത്തും, പിന്നെ കുറച്ചുകൂടി സ്നേഹമുള്ളവർ, അപ്പോൾ കുറച്ചുകൂടി ഇവർ കൈ ഉയർത്തും. നല്ല സ്നേഹമുള്ളവർ, അപ്പോൾ കുറച്ച് പേര്. അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങളെല്ലാവരും കൈ ഉയർത്തി. ആദ്യം എല്ലാവർക്കും പിടി കിട്ടിയല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വളരെ ഗൗരവത്തോടെ പറയുക, ഇന്ന് നമ്മുടെ വർഷിപ്പ് ചെയ്തപ്പോൾ മനുഷ്യൻ പറഞ്ഞ പോലെ ഇതെവിടെ തീരും, എങ്ങനെ നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. കേവലം കേൾവിക്കാരായിട്ട് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ, അല്ല എന്താ പോയിന്റ് നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് അനുഭവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷെ ഈ വെള്ളം ഇതിനകത്ത് ഒഴുകുമ്പോൾ, ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് നീന്താൻ പാടുപെടും. കൈയെല്ലാം ഇട്ട് കുഴച്ച്, ഇത്ര വലിച്ച്, കാലെല്ലാം വലിച്ച് പിടിച്ച്, അങ്ങനെ ഒരു നദി, അങ്ങനെ ഒരു ഹോളി സ്പിരിറ്റ്, റിവർ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ വലിയ നദി ഇതിന്റെ അകത്തേക്ക് വെളിപ്പെടാൻ തുടങ്ങുക. യെസ്, ഹോളി സ്പിരിറ്റ്, മൂവ്, ഹോളി സ്പിരിറ്റ്, മൂവ്, ഹോളി സ്പിരിറ്റ്, മൂവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നിന്നിൽ മുങ്ങിയിടുവാൻ കൊതിയായിടുന്നേ, മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ.
മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവ കൊതിയായി. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവ കൊതിയായിടുന്നേ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവ കൊതിയായിടുന്നേ. ഓ മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവ കൊതിയായിടുന്നേ. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവ കൊതിയായി. സഭയൊന്ന് ചേർന്ന് പറഞ്ഞു, മുട്ടോളമല്ല മുട്ടോ കൊതിയായിടും. മുട്ടോളമല്ല, ശബ്ദമുയർത്തി, മുട്ടോളം. ഓ നിന്നിൽ മുങ്ങിടുവാൻ. എത്ര പേർക്ക് കൊതിയുണ്ട്? എത്ര കൊതിയുണ്ട്? വാസ്തവമായ ഒരു സാധാരണ ഒരു സൺഡേ ചർച്ചിൽ വന്ന് ആരാധിച്ച് പ്രസംഗം കേട്ട് പോകുന്നതിനപ്പുറം അവനവൻ്റെ കഴിവും കപ്പാസിറ്റിയും ഞാൻ ഇങ്ങനെ പറ്റത്തുള്ളൂ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. ഇന്ന് വരെ അങ്ങനെയാണെങ്കിൽ നിന്റെ അകത്തൊരു കൊതി ഉണ്ടെങ്കിൽ ഇന്ന് നിന്റെ ചരിത്രം മാറ്റാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. അതിനുവേണ്ടി ഇവിടെ തരിപ്പിക്കാനോ പെരിപ്പിക്കാനോ തലോടുവാനോ അല്ല ദൈവാത്മാവ് വരുന്നത്. ദൈവമായ പരിശുദ്ധാത്മാവ് വരുന്നത് ചിലരെ കരങ്ങളിൽ എടുക്കാനാണ്. ദൈവരാജ്യത്തിനോട് ദൈവസഭയ്ക്ക് വേണ്ടി ചിലരെ കരങ്ങളിൽ എടുക്കാനാണ്. ആരും റെഡി? ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നീ ഇതുവരെ പഠിച്ചു വെച്ചതെല്ലാം തെറ്റാണ്. തിരിച്ച് ഹീ ഈസ് ഗോഡ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു, അവൻ പെരുവെള്ളത്തിന്റെ നദിയാകുന്നു, സകലയും തച്ചുടയ്ക്കുന്ന കാറ്റാകുന്നു. ഇന്ന് ഇതിൻ്റെ അകത്ത് വർഷങ്ങളുടെ പെന്തക്കോസ്റ്റ് അനുഭവം എല്ലാം നമ്മൾ അടിയറ വയ്ക്കാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. ആർക്കും ചിലർക്ക് ഇഷ്ടപ്പെടുന്ന വരത്തില്ല. വർഷങ്ങളുടെ പെന്തക്കോസ്റ്റ് പാരമ്പര്യ അനുഭവം ഇന്ന് അടിയറ വയ്ക്കപ്പെടാൻ പോകുക. ഹല്ലേലൂയ. കാഴ്ചക്കാരായി, കേൾവിക്കാരായി, വിറയ്ക്കുന്നവരായി, തരിപ്പുള്ളവരായി, അതിനെ ആ ദൈവസാന്നിധ്യം അങ്ങനെ കാണുന്നതും മാറിയിട്ട് ആഗ്രഹിക്കുന്ന ചിലരെ തൻ്റെ പണിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലരെ തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി കരങ്ങളെടുക്കുമ്പോൾ ഓർക്കണം, ഇന്ന് കരങ്ങളെടുക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ പാടായിരിക്കും. കാരണം അവനവനെ കുറിച്ച് അവനവനക്കറിയാം, അല്ലേ? ഞാൻ ഇത്ര നാൾ എങ്ങനെയായിരുന്നു, എൻ്റെ ആരാധന എങ്ങനെയാണ്, ഞാൻ കസേര ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, വചനം കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാം. പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്നിവിടെ വെളിപ്പെടാൻ പോകുന്നത്. വെളിപ്പെടുമ്പോൾ അതിലേക്ക് ഇറങ്ങേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് ഇറങ്ങേണ്ടത് അവനവന്റെ ആവശ്യമാണ്. അതിലേക്ക് ഇറങ്ങാൻ റെഡിയായിരുന്നത് വളരെ ഗൗരവത്തോടെ പറയുക. ഇന്നിവിടെ വെളിപ്പാടുന്ന ശുശ്രൂഷ ഒരു പ്രസംഗമല്ല, അങ്ങനൊരു മൂവാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ചിലരെങ്ങനെ റെഡിയായാൽ
ചിലരിലൂടെ മറ്റു ചിലർക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ആമേൻ. വർഷിപ്പ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങളിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റമുണ്ടാകും. അവരുടെ സകല രീതികൾക്ക് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് അങ്ങനെ ഇന്നത്തെ വെളിപ്പെടാൻ പോകുക. എന്നോട് പറഞ്ഞത് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് ഇവിടെ പറയുക. ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ വീടിന്റെ അകത്ത് വലിയ പ്രകാശം വന്ന് നിൽക്കുന്ന കാണാൻ പറ്റും. പ്രളയത്തിന് ഈ നാട്ടിൽ മുഴുവനും വെള്ളമൊഴുകി നമ്മൾ കണ്ടതാണ്. പക്ഷെ വീടിന്റെ അകത്ത് ഒരു ജീവ നദി ഒഴുകുന്നത് ഇന്നിവിടെ നിന്ന് പോയ ശേഷം ചില അനുഭവിക്കാൻ പോകുക. കർത്താവിനോട് വേറൊരു കാര്യം പറഞ്ഞു. പലർക്കും ഇവിടെ വന്ന് ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ പാർക്കുന്ന ദേശത്തോട്ട്, നിങ്ങളായിരിക്കുന്ന വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം ശൂന്യമായി പോവുകയാണ്. പിന്നെ അവിടുത്തെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുകയാണ്. പക്ഷെ ഇന്ന് മുതൽ അതിന് മാറ്റം വരാൻ പോകുകയാണ്. ഇന്ന് മുതൽ അതിന് മാറ്റം വരും. ഉദാഹരണമായിട്ട് നേരത്തെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അബ്രഹാം ഒരു തുരുത്തി കൊടുത്തുവിട്ട ഒരു തുരുത്തി വെള്ളം, ആ വെള്ളം തീരുമ്പോൾ മരുഭൂമിയിലെ അന്തരീക്ഷം ഹാഗാറിനെ കയറി പിടിക്കേണ്ടതായിരുന്നു. മരുഭൂമിയിലേക്ക് ചെന്നാൽ രക്ഷപ്പെടാൻ വലിയ പാടാ. പക്ഷെ ആ മരുഭൂമിയെ നിർജീവമാക്കിക്കൊണ്ട്, മരുഭൂമിയെ അനങ്ങാൻ സമ്മതിക്കാതെ അതിൻ്റെ അകത്ത് ഉറവ തുറന്നതാ ദൈവം. ആമേൻ. മരുഭൂമിയുടെ കയ്യിലോട്ട് ആരെങ്കിലും കിട്ടിയാൽ അവന്റെ ചരിത്രം അവിടെ അവസാനിക്കുക. പക്ഷേ മരുഭൂമി നോക്കി നിൽക്കേ, മരുഭൂമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ മരുഭൂമിക്കകത്ത് ഹാഗാറിന് ജീവിക്കാൻ ആവശ്യമുള്ളത്. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ വീട്ടിലും ഇന്ന് മുതൽ ഇത് സംഭവിക്കാൻ പോകുക. ഇന്നലെ വരെ നിങ്ങളുടെ വീടും നിങ്ങളുടെ ദേശവും നിങ്ങളെ വിഴുങ്ങിയെങ്കിൽ ഇന്ന് മുതൽ നീ അതിനെ വിഴുങ്ങാൻ പോകുക. Oh, come on, church. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ രാജ്യം പണിയാൻ തീരുമാനിച്ചാൽ, സഭയെ പണിയാൻ തീരുമാനിച്ചാൽ, സഭയുടെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും തടയാനാവത്തില്ല, ഒന്നിനും തടയാനാവത്തില്ല. ഇന്ന് അതിനു വേണ്ടി നമുക്കൊന്ന് റെഡി ആയേക്കാം. എല്ലാ കണ്ണും ഒരു നിമിഷം നടച്ചേ, എല്ലാ കണ്ണും ഒരു നിമിഷം നടച്ചേ, എല്ലാ കണ്ണും അടച്ച്, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും ഒരേ ദാഹത്തോടെ അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും. സഭ ചേർന്ന് പാടിയാട്ടെ. മുട്ടോളമല്ല ഉയർത്തി ശബ്ദമുയർത്തി. ഓ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ. ഓ നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മാരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മാരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല മുട്ടോളമല്ല മുട്ടോളമല്ല
പറഞ്ഞേ, പ്രിയ പിതാവേ ഞങ്ങളെ നിറയ്ക്കണം, നിറയ്ക്കണം യേശുവേ. ഓ മുട്ടോളമല്ല നിന്നിൽ മുങ്ങി. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ, ഹൃദയം തുറന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നെ എന്നെ പറ, എന്നെ എന്നെ പൂർണ്ണമായും വിട്ടുതരുന്നു. എന്റെ മുഴുവൻ നിയന്ത്രണവും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങനെ ഇഷ്ടപ്രകാരം എന്നെ കരങ്ങളിലെടുക്കണം. ഒരു കാറ്റായി എന്നിലൂടെ വീശണം. ഒരു ഉറവയായി, ഒരു നദിയായി എന്നിൽ വെളിപ്പെടണം, എന്നിൽ ഒഴുകണം. അങ്ങാകുന്ന നദിയിൽ നീന്തുവാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണം. വർഷങ്ങളായി എൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ എക്സ്പീരിയൻസുകളും, എല്ലാ വിചാരങ്ങളും, എല്ലാ തെറ്റായ ചിന്തകളും, ദൈവത്തെക്കുറിച്ച്, അഭിഷേകത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്നിൽ കിടക്കുന്ന എല്ലാ പരിമിതികളും ഇന്ന് പൊട്ടിക്കണമേ. അളവില്ലാതെ എന്നെ ഏറ്റെടുക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. അളവില്ലാതെ എന്നെ നിറയ്ക്കണമേ. അളവില്ലാതെ അങ്ങിൽ ഒഴുകുവാൻ, അങ്ങിൽ നീന്തുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവരും ഇരുന്നാട്ടെ. ഇത്രയും ഇന്ന് പറഞ്ഞതും ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചതും നമ്മുടെ ആരും കുഴപ്പമില്ല. നമ്മൾ ശീലിച്ചതും, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ നമ്മളിൽ കിടക്കുന്നതായ ചിന്തകളും എക്സ്പീരിയൻസും അനുഭവങ്ങളും ഒക്കെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇന്ന് മുതൽ സഭയിൽ വെളിപ്പെടാൻ പോകുന്നത്. അത് ഏത് ആരാധനയാണെങ്കിലും വചന ശുശ്രൂഷ ഏതാണെങ്കിലും ദൈവം ഇതിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുന്നത്, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നത് അളവില്ലാത്ത ലെവലിലായിരിക്കും. ആമേൻ. പക്ഷെ അത് മനസ്സിലാക്കി അത് പ്രാപിക്കാനും ജീവിതത്തിൽ മാറ്റം വരുവാനും കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. യേശുവിനെ അറിയാം, ദൈവത്തെ അറിയാം, വചനത്തെക്കുറിച്ച് ഏകദേശം അറിയാം. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ലവണ്ണം ഒരു ബോധ്യമില്ല എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാകത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ശരിയാണ്, നിങ്ങളാരും അല്ല എന്ന് പറഞ്ഞത്. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ അറിവെന്ന് പറഞ്ഞത് വളരെ ചുരുക്കമാണ്, വളരെ ഒരു കടുകുമണിയെ പോലെയാണ്. പക്ഷെ ഒരു കാര്യം പറയണം, സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്, നമ്മുടെ ആത്മീയ നിലവാരത്തെ മാറ്റുന്നത്, നമ്മുടെ ജീവനെ നിറയ്ക്കുന്നത്, നമ്മുടെ അഭിഷേകത്തിൻ്റെ അളവ് മാറ്റുന്നത്, നമ്മുടെ ചിന്തകളെ മാറ്റുന്നത്, ദൈവത്തെക്കുറിച്ച് ഇപ്പം യേശുവിനെ കുറിച്ചുള്ള അറിവ് യേശുവിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ആദ്യം അറിയണം. പരിശുദ്ധാത്മാവിനെ അറിയാതെ യേശുവിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം യേശു തന്നെ യോഹന്നാൻ സുവിശേഷം 16:13 പറയുന്നു, അവൻ എനിക്കുള്ളതിൽ നിന്നും, അതായത് ഞാൻ ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് എടുത്തു തരും. ആമേൻ. എന്നിട്ട് എന്നെ മഹത്വപ്പെടുത്തും. സ്തോത്രം. ആര്? അവൻ. അതാരെക്കുറിച്ചാണ് പറഞ്ഞേ? അതൊന്ന് വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 16:13 വായിച്ചേ. ഇന്നത്തെ ദൂത് അതല്ല, ഞാൻ ആ ദൈവാത്മാവിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ശ്രദ്ധിക്കണം. യോഹന്നാൻ സുവിശേഷം 16:13 ഒന്ന് വായിച്ചു. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ 11 വായിച്ചു. 11 മുതൽ. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് അവൻ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും
ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. ഇനിയും എനിക്ക് നിങ്ങളോട് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. ആരോട് പറയുക? യേശു തന്റെ ശിഷ്യന്മാരോട് പറയുക, ക്രൂശിൽ മരിക്കാൻ പോകുന്നതിന് മുമ്പ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. അതായത് 3.5 വർഷം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, തീർന്നില്ല. ഒരുപാട് കാര്യം ഇനിയും പഠിപ്പിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് സമയമില്ല. മാത്രമല്ല, ഞാൻ ഇനിയും നിങ്ങളോട് പറഞ്ഞാൽ അത് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല. ആമേൻ. അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, പരിശുദ്ധാത്മാവിന് ഒത്തിരി പേരുണ്ട്. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ്, കാര്യസ്ഥൻ, സത്യത്തിന്റെ ആത്മാവ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കണ്ടോ, അവൻ നിങ്ങളെ സകല സത്യത്തിലും, അതായത് ഞാനാകുന്ന സത്യത്തിൽ. യേശു പറഞ്ഞു, വഴി സത്യവും ജീവനും ഞാൻ തന്നെ. ഞാനാകുന്ന എന്നിൽ എന്തൊക്കെയുണ്ടോ, ഞാൻ എന്തൊക്കെ പറഞ്ഞോ, അതിനകത്ത് ഇനിയും എന്തൊക്കെയുണ്ടോ, ഞാൻ പറഞ്ഞതും പഠിപ്പിച്ചതും ഇനിയും പറയാനും പഠിപ്പിക്കാനും ഉള്ളത് മുഴുവനും അവൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. ആമേൻ. ഇത് സഭയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. യേശുവിലൂടെ ആദിമ നൂറ്റാണ്ടിൽ യേശു പരിശുദ്ധാത്മാവിനെ വന്ന ശേഷം പത്രോസ് പ്രസംഗിച്ചു, 3000 രക്ഷിക്കപ്പെട്ടു. സഭയെ കുറിച്ചാണ് പറയുന്നത്. അവൻ സ്വയമായി സംസാരിക്കാതെ, കണ്ടോ, ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ട വാക്യം. അവൻ സ്വയമായി സംസാരിക്കാതെ. അത് വലിയൊരു മർമ്മമാണ്. ഒന്ന് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഒന്ന്, അവൻ സ്വയമായിട്ട്, അതായത് പരിശുദ്ധാത്മാവൻ ദൈവത്തിന് സ്വയമായി ചെയ്യാനും സംസാരിക്കുവാനും ഒന്നും പറഞ്ഞ ഇല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ത്രിത്വമാകുന്ന ഏകനാകുന്ന ദൈവം, ത്രിത്വമാകുന്ന ദൈവത്തിന്റെ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ ഈ പരിശുദ്ധാത്മാവിന് സ്വയമായി ചെയ്യാനോ പറയാനോ ഒന്നുമില്ല. ആമേൻ. അതായത് ഞാൻ എന്തു പറഞ്ഞോ, എനിക്കെന്ത് പറയാനുണ്ടോ, ഞാൻ എന്ത് ചെയ്തോ, എനിക്ക് ഇനിയും എന്ത് ചെയ്യാനുണ്ടോ, അത് പരിശുദ്ധാത്മാവ് തുടരും. ഒരാമേൻ പറ. ഞാൻ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. ആമേൻ. അതാണ് അതിന്റെ അർത്ഥം. വായിച്ചേ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും. താൻ കേൾക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? പറഞ്ഞേ, ഒന്ന് വാ തുറന്ന് പറ. കേൾക്കുന്നു. ആരിൽ നിന്നാ കേൾക്കുന്നേ? യേശുവിൽ നിന്ന്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പലരും കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു. ഇവിടെ ആരാധിക്കുമ്പോൾ, സഭയിലകത്ത് ആരാധിക്കുമ്പോൾ, കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാത്മീയ ആരാധന നടക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ചിലർ യേശുവിനെ കാണാറുണ്ട്, അല്ലേ? യേശുവിന്റെ രൂപം കാണാറുണ്ട്. എന്താ ആക്ച്വലി പരിശുദ്ധാത്മാവ് അത് തുറന്നു തരുവാ നമുക്ക്. ആമേൻ. സ്വർഗത്തിരിക്കുന്ന കർത്താവ് ഇറങ്ങി വരുവല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അതെന്ത് ചെയ്യുവോ? തുറന്നു തരുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? എന്താ കാര്യം? താൻ കേൾക്കുന്ന. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക? എപ്പോഴും യേശുവിൽ നിന്ന്. കാരണം പരിശുദ്ധാത്മാവിന് സ്വയമായിട്ടൊന്നും പറയാൻ ഇല്ല. യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് യേശു വീണ്ടും എന്ത് ചെയ്യുക? തുടർന്നുകൊണ്ടിരിക്കുക. ആമേൻ. യേശു 3.5 വർഷം എന്തൊക്കെ അത്ഭുതം ചെയ്തു നിർത്തിയോ, അതേ അത്ഭുതം പരിശുദ്ധാത്മാവോട് വീണ്ടും യേശു കർത്താവ് എന്ത് ചെയ്യുക? തുടർന്നുകൊണ്ടിരിക്കുക. ആമേൻ. വല്ല മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? വായിച്ചേ. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ സ്വയമായി ഒന്നും സംസാരിക്കാതെ താൻ കേൾക്കുന്നത് പറയുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അടുത്തത്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത്. ഈ പദമാണ് ഞാൻ പറഞ്ഞത്, എനിക്കുള്ളതിൽ നിന്ന്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് അവൻ ഇനിയും നിങ്ങളോട് പറയും. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് അവൻ നിങ്ങളിലൂടെ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അടുത്തത്, എനിക്കുള്ളതിൽ നിന്ന്. അതായത് യേശുവിൽ ഉള്ളതിൽ നിന്ന്. യേശുവിൽ എന്തുണ്ട്? കർത്താവ് ക്രൂശിൽ എന്തിനൊക്കെ വേണ്ടി മരിച്ചോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഇതിൻ്റെ ബാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രൂശ് മരണത്തിൽ യേശുക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നു അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവർക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, അവരെന്തൊക്കെ ചോദിക്കുന്നുവോ അത് മുഴുവൻ ആര് ചെയ്തു തരും? പരിശുദ്ധാത്മാവ്. അതാ യേശു പറഞ്ഞു, എനിക്കുള്ളതിൽ നിന്നും അവൻ എടുത്തു തരും. അവൻ സ്വയമായിട്ടൊന്നും തരാൻ പറ്റത്തില്ല, സ്വയമായിട്ട് അവനൊന്നും പറയത്തില്ല, അവൻ സ്വയമായിട്ടൊന്നും ചെയ്യാനില്ല.
ഞാൻ എന്ത് ചെയ്തോ, ഞാൻ എന്ത് പറഞ്ഞോ അതവൻ തുടരുകയാണ്. അതുകൊണ്ടാണ് നാം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നത്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കൽപ്പിക്കുമ്പോൾ ഭൂതം വിട്ടുപോകുന്നത്, യേശുവിൻ നാമത്തിൽ ഒരാളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർ അഭിഷേകത്തെ നിറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ആമേൻ. പക്ഷെ വെളിപ്പെടുന്നത് എവിടെ നിന്നാണ്? അതുകൊണ്ടാണ് യേശുവിനെയാണ് എന്ത് ചെയ്യുന്നത്? മഹത്വപ്പെടുത്തുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ. ആ പരിശുദ്ധാത്മാവ് ഇതുവരെ നമ്മൾ അനുഭവിച്ച, ഇപ്പം തന്നെ 1 മണിയായി, ഇതുവരെ നമ്മൾ അനുഭവിച്ചതും നമ്മൾ കേട്ടതും കണ്ടതും അളവിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് ആരാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ ഉടമസ്ഥൻ. ആമേൻ. യേശു സ്ഥാപിച്ച, യേശു നിവർത്തിച്ചത്, യേശു ക്രൂശിൽ മരിച്ചത് സഭയ്ക്ക് വേണ്ടിയാണ്. സഭയെ സ്ഥാപിച്ചത് ആരാണ്? പറ, ഉറക്കെ പറ. ഇനിയെങ്കിലും മനസ്സിലായെങ്കിലും വാ തുറന്ന് പറ. പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ സഭയിൽ എന്ത് ചെയ്യുന്നത്? സഭയെ വളർത്തുന്നത്, സഭയുടെ സ്ഥിതിമാൻ. സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർ. ആമേൻ. സഭയിൽ രക്ഷിക്കപ്പെട്ട് വരുന്നവരുടെ കൂട്ടത്തെ സഭയെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും നിങ്ങളെ ഉയർത്തുന്നതും നിങ്ങളെ ആത്മീയമായി ഉയർത്തുന്നതും കർത്താവിൻ്റെ വിളി ഉള്ളവരെ ഉപയോഗിക്കുന്നവരെല്ലാം ആരാണ്? പരിശുദ്ധാത്മ. ആ പരിശുദ്ധാത്മാവിന്റെ അടുത്ത ലെവൽ സഭയിൽ വെളിപ്പെടാൻ പോകുക. ഇതിനെ ഇത്രയും പറഞ്ഞത്. ഇനിയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇനിയെങ്കിലും മനസ്സിലായെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക, വായ തുറന്ന് പ്രതികരിക്കുക, ആവശ്യമുള്ള നദിയിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ എന്നും കൊന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ശ്രദ്ധിച്ച്, ഇനിയും സാധാ വിശ്വാസിയായിട്ടിരുന്നാൽ ഈ 2 മുറി അന്യഭാഷയും കൊണ്ട് മരണം വരെ ഇരിക്കേണ്ടി വരും. ആമേൻ. 2.10 മിനിറ്റ് പ്രസംഗം കൊണ്ടിരിക്കും, ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ടി വരും. ആമേൻ. 2 മുറി പ്രവചനം കൊണ്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ടി വരും. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? 1000 രൂപയുടെ ആമേൻ തച്ചു പണിക്കുമായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. സ്തോത്രം. ഗൗരവത്തോടെ കാണണം, ഗൗരവത്തോടെ എടുക്കണം, ഗൗരവമായി സമർപ്പിക്കണം, ഗൗരവമായിട്ട് ദാഹിക്കണം, ഗൗരവത്തോടെ വായിക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ റെഡിയാ. ഒരുപക്ഷെ ചിലരെങ്കിലും കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ദൈവം എന്നോട് അങ്ങനെ സംസാരിച്ചത്. ആഗ്രഹിക്കുന്ന, അളവില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന, കൊതിക്കുന്ന, ആമേൻ, ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ കാണുമായിരിക്കും. എനിക്കറിയത്തില്ല. സത്യമായ കർത്താവിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഞെട്ടലായി പോയി. ഞാൻ പറഞ്ഞു, ഇവിടെയോ? പരിശുദ്ധാത്മാവേ ഇതിൻ്റെ അകത്തോ? ദൈവാത്മാവ് പറഞ്ഞു യെസ്. പിന്നെ ഞാൻ അതിനകത്ത് പിന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പോയില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ ഒഴുകിയാലും വെളിപ്പെട്ടാലും ഹല്ലേലൂയ. ഹലോ. ഇതിനകത്ത് പല നിലവാരത്തിലുള്ളവരുണ്ട്. ഒന്നും പിടികിട്ടാത്തവരുണ്ട്. എന്ത് കേട്ടാലും പ്രത്യേകിച്ച് ഒരു മാറ്റമില്ലാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പലതവണ ഉപദേശങ്ങൾ കേട്ടിട്ട് ആ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ജീവിതത്തിലെ പല കാര്യങ്ങളും മാറ്റമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മാറ്റം ഇല്ലാത്തവരില്ല. പക്ഷെ മാറ്റമുള്ളവർ, വളരുന്നവരിൽ ദാഹമുള്ളവരിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കറിയില്ല, കർത്താവിനറിയാം ആർക്കാണ് ദാഹമുള്ളത്, ആർക്കാണ് ആഗ്രഹമുള്ളത്. ആ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് വേണ്ടി അത് വെളിപ്പെടും. ഓക്കെ. ഇനി ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആ ദൂതിലേക്ക് കടക്കുകയാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 43-ാം അധ്യായം 19-20 വാക്യം പെട്ടെന്ന് വായിച്ച് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. അതിനൊന്നും ഒത്തിരി പ്രസംഗിക്കുന്നില്ല. യെശയ്യാ 44-ന്റെ 19-20 വാക്യം. ബൈബിൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. 43-ന്റെ 19-20. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട,
പണ്ടുള്ളവയെ നിരൂപിക്കും. ഞാൻ 19-ാമത്തെ വാക്യമാണ് പറഞ്ഞത്. 19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മതി. അടുത്ത വാക്യോട് വായിച്ചോ. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇത് ഈ നിർജ്ജന പ്രദേശത്ത് മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറവുണ്ടായി കഴിയുമ്പോൾ വേറൊരു കാര്യം സംഭവിക്കും. അതോട് വായിച്ചോ. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ആമേൻ. മതി. അതുകൊണ്ട് വായിച്ചാൽ അതും കൂടി കേട്ടെങ്കിലേ മനസ്സിലാകുന്ന കാര്യം ഇതിന്റെ ദൂത് പൂർണ്ണമാകത്തുള്ളൂ. ഈ നമ്മളെപ്പോഴും ഈ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ള അത് പറയാതെ നമ്മൾക്ക് ഈ വചനം പറയാം. കാരണം നമ്മളെ ശീലിച്ചു പോയി. പ്രാർത്ഥിക്കുമ്പോഴും വചനം കോട്ട് ചെയ്ത് അങ്ങനെ പറയത്തുള്ളൂ, പ്രസംഗിക്കുമ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു മാത്രം പറഞ്ഞത്. കർത്താവിനോട് പറഞ്ഞത് മുമ്പുള്ളവയെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. 1000 വട്ടം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇവിടെ നിന്ന് വിട്ട് അപ്പം തന്നെ ഓർക്കും. അങ്ങനെയാണ് നമ്മൾ, അങ്ങനെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ വീണ്ടും പഴയ വ്യക്തിത്വത്തിലേക്ക്, പഴയ മുഖം പാടി പിന്നെ പെറുവെറുപ്പും അങ്ങനെയാണ്. മരണം വരെ അങ്ങനെ ആയിരിക്കത്തുള്ളൂ. ഒരു മാറ്റം. 1000 വട്ടം വചനം വായിച്ചാൽ 1000 വട്ടം മസാജ് നമ്മൾ ഇവിടേക്ക് മാമയും പറയും. ഇവിടെ ഇറങ്ങുമ്പോൾ വീണ്ടും നമ്മൾ പഴയതിനേക്കാൾ അങ്ങ് പോകും. അതുകൊണ്ട് കർത്താവ് അത് നിർത്തി. നിങ്ങൾ ഓർക്കാതിരിക്കണ്ട, നിങ്ങൾ ഓർത്തോ. പക്ഷെ നിങ്ങൾ മറക്കുന്നൊരു സമയം വരും. ഞാൻ പുതിയതൊന്നും ചെയ്യും. ആമേൻ. അപ്പോൾ നിങ്ങൾ തന്നെ മറക്കുമെന്ന്. ആമേൻ. അല്ല, നിങ്ങൾ വെച്ചാൽ മറക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വെച്ചാൽ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു പുതിയത് ചെയ്യാൻ പോകുക. സഭയ്ക്കകത്ത്, ജനങ്ങളുടെ ഇടയിൽ, ദൈവജനത്തിന് വേണ്ടി ഞാനൊരു പുതിയത് ചെയ്യാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതൂതി അറിയിച്ചു ചെയ്തു. വിശ്വസിക്കുന്നവരുടെ മേൽ ജീവനായി വ്യാപരിക്കട്ടെ. Yes, mighty name of Jesus. I will do a new things. I will make a new things. യേശുവിന്റെ നാമത്തിൽ I will create something is new. ഞാനിതാ പുതിയതൊന്നും ചെയ്യാൻ പോകുന്നു. ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു, ചെയ്യാൻ പോകുന്നു. ദാഹമുള്ള ചിലർക്ക് വേണ്ടി, ആഗ്രഹമുള്ള ചിലർക്ക് വേണ്ടി, എന്നോട് ചോദിക്കുന്ന ചിലർക്ക് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ. പലരും ഇങ്ങനെ തന്നെ മരിക്കാൻ തീരുമാനിച്ചവർ ഇവിടെ ഇരിക്കുന്നവര്. ഉള്ള കാര്യം പറയാലോ, ഇവിടെ ഇരിക്കുന്ന പലരും ഇങ്ങനെ തന്നെ മരിക്കാൻ തീരുമാനിച്ചവരാ. പക്ഷെ ചിലരുണ്ടാ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അവർക്കായി ദൂത. ഞാനിതാ നിനക്ക് വേണ്ടി, ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യുന്നു. ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം കത്തോ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് കർത്താവേ, ഇന്ന് അങ്ങ് ആരെ കണ്ടിട്ടുണ്ടോ അവരിലേക്ക് റിലീസ് ചെയ്യുന്നു. ഞങ്ങളെ കാണുന്ന നിങ്ങളിലേക്ക് ഈ ദൂത് റിലീസ് ചെയ്യുക. പുതിയ ദൈവം നിന്റെ വീട്ടിൽ ചെയ്യാൻ പോകുക. പുതിയ ദൈവം നിന്റെ ലൈഫിൽ ചെയ്യാൻ പോകുക. അത് സംഭവിക്കുമ്പോൾ പഴയത് നീ മറക്കും. പഴയത് നീ മറക്കും. പഴയത് നീ മറക്കും. പഴയത് നീ മറക്കും. അതുപോലൊരു പുതിയത് ഈ ദൈവം ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ മരുഭൂമി പോലത്തെ നിന്റെ ജീവിതത്തിലേക്ക് നീന്തീട്ടല്ലാതെ കടപ്പാൻ പറ്റാത്ത അളവിൽ
നീരൊഴുക്കുകളെ പാരാൻ പോകുക. ശബാല ഹത്തല. Oh, glory to God. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മ അന്യഭാഷയിൽ ആരാധിച്ചോ, അന്യഭാഷയിൽ ആരാധിച്ചോ. ഇന്നൊരു കേവലം ഒരു സ്പർശനമായിട്ട് പോകാനല്ല, ഇന്ന് നിന്നെ ദൈവം ലിറ്ററലി കരങ്ങൾ എടുക്കുക. കർത്താവുമായിട്ട് കണക്ട് ചെയ്തോ, ദൈവാത്മാവായിട്ട് കണക്ട് ചെയ്തോ, പരിശുദ്ധാത്മാവായിട്ട് കണക്ട് ചെയ്തോ. പരിശുദ്ധാത്മാവേ, 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 Holy Spirit. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, oh Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, പരിശുദ്ധാത്മാവേ, 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, oh Holy Spirit, oh അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇന്ന് പകൽ ചോദിച്ചോ, ഇന്ന് പകൽ ചോദിച്ചോ ദൈവാത്മാവിനോട്, ചോദിച്ചോ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിച്ചോ, അളവില്ലാതെ ചോദിച്ചോ. കർത്താവ് പറയുന്നു, ഇതുവരെ നീ നോക്കിയിട്ട് നിനക്ക് പഴയത് മറക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ ചിലത് പുതിയത് ചെയ്യുമ്പോൾ പഴയത് നീ മറക്കും, തന്നെ മറക്കും. പഴയ നിന്നെ വിട്ടുപോകും, നിന്നെ വിട്ടുപോകും. പുതിയത് നിന്റെ ലൈഫിൽ വെളിപ്പെടുമ്പോൾ പഴയ തന്നെത്താനെ നിന്നെ വിട്ടു മാറാൻ പോകുക, തന്നെത്താനെ നിന്നെ വിട്ടു മാറുകയാ. ഇന്ന് ചോദിച്ച അളവില്ലാതെ, ഇന്ന് മരുഭൂമിയെ ഇനി നീ മരുഭൂമി കാണത്തില്ല. ചിലരോട് വളരെ ശക്തമായി പറയുന്നു, ഇനി നീ മരുഭൂമി കാണത്തില്ല. നിറഞ്ഞു കവിയുന്ന വലിയ നദിയാണ് നിന്റെ ലൈഫിൽ നീ കാണാൻ പോകുന്നത്. നീന്തി കിടക്കാൻ നിനക്ക് വലിയൊരു ചേഞ്ച്, ദൈവത്തോടും ദൈവരാജ്യത്തോടും വലിയ കൊതി, ശബ്ദം കേൾക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. മിച്ചം വരുവാൻ തക്കവണ്ണം, ആമേൻ, ദൈവരാജ്യത്തിന് വേണ്ടി വാരിക്കോരി മിച്ചം വരുവാൻ തക്കവണ്ണം, മതി എന്ന് പറയാൻ തക്കവണ്ണം സ്വർഗം ചിലരെ കരങ്ങളിൽ എടുക്കുകയാ. അടുത്ത ദൂതിങ്ങനെ പറയുന്നു, ഇത് സംഭവിക്കുമ്പോൾ കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. കാട്ടുമൃഗം എന്ന് പറയുന്നത് നിന്നെ കടിച്ചു കയറാൻ നിൽക്കുന്നത്, കുറുക്കൻ നിന്നെ വഞ്ചിക്കാൻ നിൽക്കുന്നത്, ഒട്ടക പക്ഷി നിന്നെ റാഞ്ചാൻ നിൽക്കുന്നത്. നിന്നിൽ ലൈഫിൽ പുതിയതൊന്ന് വെളിപ്പെടുമ്പോൾ ഇവർ നിന്നെയല്ല ദൈവത്തെ ബഹുമാനിക്കും. ആമേൻ. നിന്റെ സ്ഥിതിയെ മാറ്റിയ, നിന്റെ ജീവിതത്തെ മാറ്റിയ, നിന്നിലിരിക്കുന്ന ദൈവത്തെ ബഹുമാനിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ.
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കിടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കിടപ്പാനാകരുതേ. അത് മുട്ടോളം, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കിടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കിടപ്പാനാകരുതേ. എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങളെല്ലാം ദൈവം, എല്ലാവരും എഴുന്നേറ്റ്, ദൈവം എഴുന്നേറ്റ്. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിച്ച് ഞാൻ മരിച്ചുകൊള്ളാം എന്ന് പിശാചിന് ആരെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ സ്ഥിതിയെ മാറ്റണം. എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിച്ച് ഞാൻ മരിച്ചുകൊള്ളാം എന്നാരെങ്കിലും വാക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ, സ്ഥിതി മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാധന, ഹല്ലേലൂയ, ഈ രണ്ട് പദം കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവന്റെ കൈ ഉയരും, രക്ഷിക്കപ്പെട്ടവരുടെ കൈ ഉയരും. കാരണം ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി നമ്മെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൂതന്മാർ രാവും പകലും ജീവനുള്ള ദൈവത്തെ കവണ്ണു വീണും കരമുയർത്തിയും ആരാധിക്കുമ്പോൾ, ആരാധനയെന്നും ഹാലയിൽ എന്നും പേക്ക് കേൾക്കുമ്പോൾ നമ്മുടെ കൈ അറിയാതെ ഉയരണം. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ കർത്താവിനേക്കാൾ വലിയ പുള്ളികളാണെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ ഇങ്ങനെ തന്നെ മരിച്ചുകൊള്ളാം എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ചങ്ക് തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ സ്ഥിതി മാറ്റണം. മാറ്റാൻ സ്വർഗം റെഡിയാ. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്നല്ല, ഇതുവരെ സഭ അനുഭവിച്ചത് അളവിലല്ല ഇനി ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പോകുന്നത്. നിന്റെ ആത്മീയ നിലവാരം മാറാൻ പോകുന്നത്, ദൈവം ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ ആഗ്രഹമുള്ളൊരു മനസ്സ് വേണം. ഇന്നൊന്ന് പ്രാർത്ഥിച്ചേ. ജീവിക്കാൻ ആഗ്രഹമുള്ളവരെ പ്രാർത്ഥിച്ചേ. ജീവിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം എല്ലാ പാരമ്പര്യങ്ങളും വിട്ട്, എല്ലാ കാണാപ്പാടം പഠിച്ച എല്ലാ മുൻവിധികളും വിട്ട് ഇന്ന് ദൈവത്തെ ആരാധിച്ചേ. ഓ യേശുവേ, പരിശുദ്ധാത്മാവേ, കർത്താവിനെ കാണിച്ച ഒരു കാഴ്ചയുണ്ട്. പക്ഷേ അത് ഇന്ന് അത് വെളിപ്പെടുന്നത് വരെ ഈ ശുശ്രൂഷ വരും ദിവസങ്ങൾ ഇവിടെ തുടരും. എന്നെ കർത്താവ് കാണിച്ചത് ഒരു തിരമാല വന്ന് അടിക്കുന്നത് പോലെ, ഇതിന്റെ ദൈവശക്തി അടിക്കുന്ന കാഴ്ച കർത്താവ് എന്നെ കാണിച്ച്. തിരമാല വന്നടിക്കുന്നത് പോലെ ദൈവശക്തി ഇതിൻ്റെ അകത്ത് വന്നടിക്കുന്ന കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കും. അത് സംഭവിക്കും. അത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. അത് സംഭവിക്കും. കർത്താവ് അത് ചെയ്യും. ദൈവം അത് ചെയ്യും. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ദൈവശക്തി അതിനായി വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഒരു കൂട്ടുകാരനെ, ഒരു സ്നേഹിതനെ ഏറ്റവും അടുത്ത് കാണുന്നത് പോലെ, പ്രിയപ്പെട്ട ഒരാളെ ഏറ്റവും അടുത്ത് കാണുന്നത് പോലെ, അസാന്നിധ്യം അനുഭവിക്കുന്ന പോലെ, ആമേൻ, ഇന്ന് ചിലർ പരിശുദ്ധാത്മാവ് ദൈവത്തെ അനുഭവിക്കുകയാ, അടുത്തറിയുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പറഞ്ഞ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, എല്ലാവരും ഏറ്റു പറഞ്ഞ് പരിശുദ്ധാത്മാവേ, എന്നെ ഏറ്റെടുക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ, എന്നെ നിറച്ചാട്ടെ,
എന്നെ നിറച്ചാട്ടെ. അടിമുടി എൻ്റെ സ്ഥിതിയെ മാറ്റിയാട്ടെ, എൻ്റെ നിലവാരത്തെ മാറ്റിയാട്ടെ, എൻ്റെ സ്വഭാവത്തെ മാറ്റിയാട്ടെ. ദൈവത്തോടുള്ള ബന്ധത്തെ മാറ്റമുണ്ടാകുവാൻ, ഒന്നുകൂടി അടുക്കുവാൻ, അങ്ങേ ഒന്നുകൂടി അനുഭവിച്ചറിയുവാൻ എന്നെ സമർപ്പിക്കുന്നു. കണ്ണുകളടച്ച് അല്പസമയം നിന്നോ. കണ്ണുകളടച്ച് അല്പസമയം കരങ്ങൾ ഉയർത്തി നിന്നോ. ഈ സാന്നിധ്യം ചിലരെ തൊടാൻ പോകുക. ലിറ്ററലി 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 ഇത് തൊടാൻ പോകുക. ചിലരെ തൊടാൻ പോകുക. ചിലരെ ഇത് സ്പർശിക്കാൻ പോകുക. വെറുതെ ഒരു തലോടലല്ല, കട്ടിയായ ഘനമുള്ള ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവം തരാൻ പോകുക. ഘനമുള്ള ഒരു അഭിഷേകം, ഘനമുള്ളത്, വിട്ടുമാറാത്തത്, വിട്ടുപോകാത്തത്. ഇന്ന് മുതൽ നിന്റെ ആത്മീയ ജീവിതത്തെ അടിമുടി മാറ്റുന്ന ഒരു കട്ടിയുള്ള അഭിഷേകം പരിശുദ്ധാത്മാവോടെ വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ ആത്മാവോട് പറയുക. ഹോളി സ്പിരിറ്റ് അതിവിടെ റിലീസ് ചെയ്യുക, റിലീസ് ചെയ്യുക, റിലീസ് ചെയ്യുക. സ്വീകരിച്ചോ, സ്വീകരിച്ചോ. യേശുവിൻ നാമത്തിൽ ആ വലിയ ദൈവ സാന്നിധ്യം, ആ വലിയ ജീവനദിയുടെ ഉറവ, ആ വലിയ നിറവ് സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. അത് ചിലരുടെ ഉള്ളിൽ നിന്നും ചിലത് പറഞ്ഞു പോകുക. ചില രോഗാത്മാക്കൾ, ചില രോഗശക്തികൾ അടിക്കടി പീഡിപ്പിക്കുന്ന, നിന്നെ രോഗിയാക്കുന്ന രോഗത്തിന്റെ ആമിക്കയറ് ഇന്ന് ദൈവശക്തിയാൽ നിന്നെ വിട്ടുമാറുകയാ. അത് പറഞ്ഞു പോകുകയാണ്. സഹോദരന്മാരിരിക്കുന്ന ഭാഗത്ത് കർത്താവ് ഒരു ദർശനം എന്നെ കാണിക്കുന്നു. മങ്ങി മാത്രം കത്തുന്ന, ഇടയ്ക്കൊക്കെ കത്തുന്ന ഒരു വിളക്ക്, അത് ചുറ്റുപാടും കരി പിടിച്ചിരിക്കുക. പക്ഷെ ഇന്ന് ആ കരിയെല്ലാം ക്ലീൻ ചെയ്ത് അതിനെ ആളി കത്തിക്കാൻ പോകുക. അതിനെ ആളി കത്തിക്കാൻ പോകുക. അതിനെ ആളി എല്ലാവരും ഏറ്റെടുത്തോ. വല്ലപ്പോഴുമായി കത്തുന്ന ആ വിളക്കിലെ പരിശുദ്ധാത്മാവ് ആളി കത്തിക്കുകയാ. അതാളി കത്തിക്കുക, അതാളി കത്തിക്കുകയാ, അതാളി കത്തിക്കുകയാ. യെസ്, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അപ്പാ കർത്താവേ, സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. അത് ചില വിളക്കുകൾ ആളിക്കത്തട്ടെ, ചില വിളക്കുകൾ ആളിക്കത്തട്ടെ, ചില വിളക്കുകൾ ആളിക്കത്തട്ടെ. കർത്താവിനോട് പറയുന്നു, അതേ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, 4 ദിവസം ഈ മാസം 21-ാം തീയതി ഇന്ന് ദൈവത്തിന്റെ സ്പർശനമേറ്റ ചില അത്ഭുതങ്ങൾ കാണാൻ പോകുക. നീ പ്രാർത്ഥിച്ച ചില വിഷയത്തിന്റെ, നീ ദൈവത്തോട് ചോദിച്ച ചില വിഷയത്തിന്റെ ചില അത്ഭുതകരമായ മറുപടി നീ കാണാൻ പോകുക. ഓ യെസ്, ഇന്ന് 17-ാം തീയതി 4 ദിവസം കഴിയുമ്പോൾ 21-ാം തീയതി ചില അത്ഭുതകരമായ ചില മറുപടികൾ, ചില വാർത്തകൾ ദൈവം നിനക്ക് തരികയാ. സ്വീകരിച്ചോ. Hallelujah. Thank you Lord. പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. യെസ്, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു. ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു. അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു. മരുഭൂമി
മരുഭൂമി ഇനി മരുഭൂമിയല്ല. യെസ്, കർത്താവ് ചിലരെ തൊടുകയാ. ദൈവം ചിലരെ തൊടുകയാ. പരിശുദ്ധാത്മാവ് ചിലരെ സ്പർശിക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ സ്പർശിക്കുക. യേശുവിന്റെ നാമത്തിൽ സ്ഥിതിയെ ദൈവം മാറ്റുകയാ. സ്ഥിതിയെ ദൈവം മാറ്റുകയാ. ചിലരെ കർത്താവ് സ്ഥിതിയെ മാറ്റുകയാ. ചിലരെ സ്ഥിതിയെ മാറ്റുകയാ. ഇന്ന് കുഞ്ഞ് ഇതുവരെ വന്ന പോലെ നീ മടങ്ങി പോകത്തില്ല. ഇന്ന് നിന്നെ സ്വർഗം നിന്റെ സ്ഥിതിയെ മാറ്റുകയാ. ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി റെഡി ആയിക്കോ. ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി റെഡി ആയിക്കോ. ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി റെഡി ആയിക്കോ. ഇതുവരെ കാണാത്ത, നീ വിചാരിക്കാത്ത ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവജനം റെഡി ആയിക്കോ. അന്യഭാഷയിൽ തന്നെ ആത്മാവിൽ ആരാധിച്ച് ഒരു വലിയ അഭിഷേകത്തിന്റെ നദി തിരമാല പോലെ സ്വീകരിച്ചോ, 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 സ്വീകരിച്ചോ. യേശുവിന്റെ തിരുനാമമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നദി, റിവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വലിയ സാന്നിധ്യം, നിയന്ത്രിക്കാനാവത്തില്ല, നിയന്ത്രിക്കാനാവാത്ത വലിയ സാന്നിധ്യം. Thank you, Holy Spirit. Oh yes, yes. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി ദൈവത്തിന്റെ ആത്മാവേ, അവന്റെ ഹോളി സ്പിരിറ്റ്, ഞങ്ങളുടെ പ്രിയ പരിശുദ്ധാത്മാവേ, നന്ദി, നന്ദി, നന്ദി. യെസ്, യെസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചിലരുടെ സ്ഥിതി അവൻ മാറ്റുകയാ. ഇന്ന് സ്ഥിതി മാറുന്ന ദിവസമാ. Mighty name of Jesus. So, ഇന്ന് നിന്റെ ലൈഫിൽ വലിയ തിരിവുണ്ടാകുക, വലിയ തിരിവുണ്ടാകുക. Take it. Take it in the name of Jesus. Twice mahasiya tarabash. Lava kashakara. Rikalabala hoshma taraba. Zimana reiti mi ziyan talabala. Salvaros materia dia. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇനി മരുഭൂമിയില്ല. ഇന്ന് മരുഭൂമിയില്ല. ഇനി മരുഭൂമിയില്ല. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. ഇനി നിന്റെ ലൈഫിൽ മരുഭൂമിയില്ല. അത് കഴിഞ്ഞു. ഹല്ലേലൂയ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. ആർക്കും ബിസിനസ് ഇല്ലെങ്കിലും നിനക്ക് ബിസിനസ് ഉണ്ടാകും. ആർക്കും വഴി തുറന്നില്ലെങ്കിലും നിനക്ക് വഴി തുറക്കും. ആർക്കും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും നിനക്ക് അഡ്മിഷൻ കിട്ടും. ആർക്കും ജോലി കിട്ടിയില്ലെങ്കിലും നിനക്ക് ജോലി കിട്ടും. ആർക്കും അത്ഭുതം നടന്നില്ലെങ്കിലും നിനക്ക് അത്ഭുതം നടക്കും. സ്വീകരിച്ചോ. യെസ്, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. യെസ്, ഫയർ ഹോളി ഗോസ്റ്റ്. ശാലാബ. വലിയ പിരിവുണ്ടാകട്ടെ, വലിയ ചേഞ്ച് ഉണ്ടാകട്ടെ. In the name of Jesus. വലിയ ചേഞ്ച് ഉണ്ടാകട്ടെ, വലിയ പിരിവുണ്ടാകട്ടെ. ഫയർ ഹോളി ഗോസ്റ്റ്. ശരബ ചലബ ഹസിയ ചുഡാമ തല റീമാലബ ഷൈതമ. ഹല്ലേലൂയ. താങ്ക് യു. പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. നന്ദി പറയും ദൈവത്തിന്. നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു പരിശുദ്ധാത്മാവ്. അളവില്ലാതെ, 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 അളവില്ലാതെ
അളവില്ലാതെന്നിൽ നിറയണമേ. മുട്ടോളം അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കിടപ്പാനാകരുതേ, നീന്തിട്ടല്ലാതെ കിടപ്പാനാകരുതേ, നീന്തിട്ടല്ലാതെ കിടപ്പാനാകരുതേ. അളവില്ലാതെ പറഞ്ഞേ, അളവില്ലാതെ, അളവില്ല. സഭ ശബ്ദമുയർത്തി പാടിയാണ്. ഓ അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 അധികമായി എന്നിൽ നിറയണമേ. പ്രിയ പിതാവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നപ്പാ. അങ്ങേക്ക് ഞങ്ങളുടെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങൾക്ക് ഉള്ള സ്നേഹം മാത്രമാണ് പകരം തരാനുള്ളത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും കർത്താവെ, ഞങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദിയും ആരാധനയും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാകുന്ന സഭയെ പണിയുന്നതും നടത്തുന്നതും പഠിപ്പിക്കുന്നതും വളർത്തുന്നതും ഇന്ന് ഞങ്ങളിൽ വെളിപ്പെടുന്നതും യേശുവിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നതുമെല്ലാം അങ്ങാണ്. ഞങ്ങൾ അങ്ങേ ആദരിക്കാതെ പോയിട്ട് ഞങ്ങൾ ക്ഷമിക്കണം. സഭയുടെ നിയന്ത്രണങ്ങളെ, കൺട്രോളിനെ അടുത്ത ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഏറ്റെടുത്തതിനായി നന്ദി. ഇന്ന് അനേകരെ നിറച്ചതിനായി സ്തോത്രം. നിലവാരത്തെ മാറ്റിന് നന്ദി. ഞങ്ങളുടെ മധ്യ നദിയായി വെളിപ്പെടുത്തനായി സ്തോത്രം. നാം മരുഭൂമി അവസാനിപ്പിച്ചതിനായി നന്ദി. നീന്തിയിട്ടല്ല കടപ്പാനാവാത്ത നദിയിലേക്ക് ചിലരെ ഇറക്കിയനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ അത്ഭുതങ്ങളെ, മഹത്തേറിയ കർത്താവിന്റെ പ്രവൃത്തികളെ ഞങ്ങളെ കാണാൻ പോകുന്നതിനായി നന്ദി. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു.